4 കുപ്പി വെള്ളവും വാങ്ങണം. പിന്നെ മാഡത്തിന് കുറച്ച് മരുന്നും മേടിക്കണം മെഡിക്കൽ ഷോപ്പ് പോയിട്ട്. അപ്പോൾ അതിന് 4 കുപ്പി വണ്ടിയിൽ കയറ്റിയിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു ചൊങ്കൻ ഓടി കിടന്ന് ഇങ്ങനെ കളിക്കണം മുമ്പിൽ. എന്താ ഓൻ്റെ ചുറുക്ക്! വെള്ളം വേണം, മെഡിക്കൽ ഷോപ്പിലും പോകണം. അപ്പോൾ ഒറ്റടിക്ക് വിട്ടു നമ്മൾ മർജാനിക്ക്. തിരക്കൊന്നുമില്ല റോഡ്. അങ്ങനെ പിടിച്ചു പോയി മലിക്ക് റോഡ് കയറി അങ്ങനെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് നമ്മളെ മർജാനിക്ക് നേരെ വിട്ടു. അങ്ങനെ നമ്മളെ നെഹദി ഫാർമസി എത്തി. മാഡത്തിനുള്ള മരുന്ന് വേഗം പോയി വാങ്ങി പുറത്തിറങ്ങി. മരുന്ന് കിട്ടാൻ ലേശം ഒന്ന് വൈകി. അപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തു. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് അടക്കം ചെയ്തു. ഇനി നിസ്കാരം കഴിഞ്ഞിട്ടേ തുറക്കുള്ളൂ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ റിവേഴ്സ് എടുത്ത് നേരെ വിട്ടു നമ്മളെ നാട്ടിൽ. അവിടെ സല്ലത്ത് ബിലാദി പറഞ്ഞ ബകാലുണ്ട്, അവിടെ പോയി. അപ്പോൾ റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് കുറുക്ക് വഴി കൂടെ വേണം പോവാം. അങ്ങനെ വള്ളക വണ്ടി കയറ്റി പെരെ കൊണ്ടുപോയി തട്ടി. അന്ന് സ്കൂളിലെ അവസാനത്തെ പരീക്ഷയാണ്. അപ്പോൾ വലിയ പെരുന്നാളിൻ്റെ മുമ്പിലെ പരീക്ഷയാണ്. അത് ഇന്നത്തോടുകൂടി കഴിയും. അത് കഴിഞ്ഞാൽ സ്കൂൾ പൂട്ടും. പിന്നെ വലിയ പെരുന്നാൾ കഴിഞ്ഞ് 5 ദിവസം 6 ദിവസം കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ. അപ്പം നമ്മളെ അടിമകൾ വേറെ ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടോ എന്നിങ്ങനെ നോക്കിയതാ. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വിരലുടത്തി. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അടുത്ത മലയാളി ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാച്ചിട്ട് ഇങ്ങനെ നടക്കുക. 4 ആളും ദോശ ഓർഡർ ചെയ്ത് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും പാർക്കിൽ. 1.5 മണിക്കൂറും കൂടി ഇനി പരീക്ഷ. അപ്പോൾ ഇരുന്നിങ്ങനെ വർത്തമാനം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കൂൾ വിട്ടു. ചെക്കനക്കാത്ത് പുറത്ത് നിൽക്കുമ്പോഴാണ് സ്കൂളിൻ്റെ ഉള്ളിൽ നിന്ന് അലാക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ചെക്കന്മാർ തമ്മിൽ എന്തൊക്കെ തല്ലും പൊടിയും ഉണ്ടായിരിക്കണം. ഏലാനങ്ങുമ്പോഴത്തേക്കും ഇവിടെ പോലീസ് എത്തും. അതാണൊരു സുഖം. അപ്പോഴത്തേന് പോലീസും കാര്യങ്ങളൊക്കെ എത്തി അത് കൈകാര്യം ചെയ്തു. എന്നാ ചവിട്ടിയാലോ ബ്രേക്ക്? വീണ്ടും സന്ധിക്കും വരെ വണക്കം.